ഒരു സിഗ്മ എ എൻ എന്നൊരു ഇൻഫൈനൈറ്റ് സീരീസ് ഇത് എപ്പോഴാണ് കൺവെർജ് ആവണേ? ദ സീരീസ് സിഗ്മ എ എൻ ഈസ് കൺവെർജന്റ് ഇഫ് എപ്പോഴാ n is equal to 1 to infinity ആണല്ലേ. ഇതെന്ന് വെച്ചാൽ എന്താണ്? സീരീസ് ആകുമ്പോൾ ഇങ്ങനെ a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് എക്സെട്ര. ഇവിടെ നമുക്കൊരു പാർഷ്യൽ സം സീക്വൻസ് കൺസിഡർ ചെയ്യാലോ. എന്താണ്? s1 is equal to a1, s2 is equal to a1 plus a2, s3 is equal to a1 plus a2 plus a3, etc. Sn is equal to a1 plus a2 plus etc. plus an, etc. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഫൈനൈറ്റ് സീരീസിന്റെ പാർഷ്യൽ സം സീക്വൻസ്, അതായത് ആരാ പാർഷ്യൽ സം സീക്വൻസ്? എം എന്ന സീക്വൻസ്. അതായത് ഓരോ എലമെന്റ്സും s1 s2 s3 ഇങ്ങനെ പോകുന്നതാണ്. ഓരോ എലമെന്റ്സും ആരാ? ഒന്നാമത്തെ എലമെന്റ്, സെക്കൻഡ് എലമെന്റ്, തേർഡ് എലമെന്റ് എക്സെട്ര ഇങ്ങനെ പോകുന്നു ഓരോരോ എലമെന്റ് ആയിട്ട്. ഇങ്ങനെ പോകുന്ന സീക്വൻസ് കൺവെർജ് ചെയ്യുന്നെങ്കിൽ, പാർഷ്യൽ സം സീക്വൻസ് കൺവെർജ് ചെയ്യുന്നുവെങ്കിൽ ഈ സീരീസ് കൺവെർജ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഓ സീക്വൻസിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് സീരീസിന്റെ കൺവെർജൻസ് നമുക്ക് പറയാൻ പറ്റും, പക്ഷെ കുറച്ച് പണിയുണ്ട്. അപ്പൊ നമ്മൾ സീരീസ് കൺവെർജന്റ് ആണെന്ന് പറയാൻ വേണ്ടി ഇതിന്റെ പാർഷ്യൽ സം സീക്വൻസ് എടുത്തിട്ട് ആ പാർഷ്യൽ സം സീക്വൻസ് ഈ പാർഷ്യൽ സം സീക്വൻസ് അപ്പർ ബൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു, ഇൻക്രീസിംഗ് ആണെന്ന് പറഞ്ഞു. ഇൻക്രീസിംഗും ആണ് അപ്പർ ബൗണ്ടും ആണെങ്കിൽ ബൈ മോണോട്ടോൺ കൺവെർജൻസ് തിയറം ഇത് കൺവെർജന്റ് ആണ്. അങ്ങനെ സിഗ്മ 1/n² കൺവെർജന്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. പക്ഷെ സിഗ്മ 1/n അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിഗ്മ 1/n ഡൈവർജന്റ് ആണ്. സിഗ്മ 1/n എന്ന സീരീസ് ഡൈവർജന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. സിഗ്മ 1/n എന്ന സീരീസും ഇതേപോലെ തന്നെ പറഞ്ഞു. എങ്ങനെയാ? സിഗ്മ 1/n എന്ന സീരീസ് എങ്ങനെ പറഞ്ഞു? സിഗ്മ 1/n എന്ന സീരീസ് 1 പ്ലസ് 1/2 പ്ലസ് എക്സെട്ര അല്ലെ. ഈ സീരീസ് ഡൈവർജന്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു? ഈ സീരീസ് ഡൈവർജന്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ സീരീസിന്റെ പാർഷ്യൽ സം സീക്വൻസ് കൺസിഡർ ചെയ്തു. ആ പാർഷ്യൽ സം സീക്വൻസ് അപ്പർ ബൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു അല്ലെ. നോട്ട് ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞു അല്ലെ. നോട്ട് ബൗണ്ടഡ്, അപ്പർ ബൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പർ ബൗണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ബൗണ്ടഡ് അല്ല അല്ലെ. അപ്പർ ബൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ മെയിനായിട്ട് അവിടെ പറഞ്ഞത് എന്താണ്? അപ്പർ ബൗണ്ട് ഇല്ല, അതിനൊരു കൺവെർജന്റ്, അതിന് ആദ്യം എന്ത് ചെയ്തു? അവിടെ കൺവെർജന്റ് ഒരു സബ്സീക്വൻസ് എടുത്തു. എമ്മിന്റെ ഒരു സബ്സീക്വൻസ് s2k എടുത്തു. അത് അൺബൗണ്ടഡ് ആണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എന്തല്ല, അത് കൺവെർജന്റ് അല്ല. s2k അൺബൗണ്ടഡ് ആണ്, കൺവെർജന്റ് അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ 1/n എന്ന സീരീസ് കൺവെർജന്റ് ആവൂലെന്ന് കാണിച്ചു. അപ്പോൾ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ 1/n എന്ന സീക്വൻസ് കൺവെർജസ് ടു 0 ആണെന്ന് പറയും. 1/n എന്ന സീക്വൻസ് കൺവെർജസ് ടു 0 ആണ്. പക്ഷെ 1/n എന്ന സീരീസ് ഡൈവർജസ് ആണ്. 1/n എന്ന സീക്വൻസ് കൺവെർജസ് ടു 0യും 1/n എന്ന സീരീസ് ഡൈവർജന്റും ആണ്. അത് ശ്രദ്ധിക്കണം. 1/n എന്ന സീക്വൻസ് 0 പോകും, പക്ഷെ 1/n എന്ന സീരീസ് ഡൈവർജ് ചെയ്യും. പിന്നെ നമ്മൾ അവിടെ പറഞ്ഞു സിഗ്മ ak ഒരു സീരീസ് കൺവെർജ് ചെയ്യുന്ന പറഞ്ഞാലേ ആ സീരീസിന്റെ സം എന്ന് പറയുന്ന ആ നമ്പർ ആയിരിക്കും. എങ്ങോട്ടാണ് കൺവെർജ് ചെയ്യുന്ന ആ സീരീസിന്റെ ഫൈനൽ സം ആ നമ്പർ ആയിരിക്കും. അപ്പോൾ ak എന്ന സീരീസ് എയിലോട്ട് കൺവെർജ് ചെയ്യുന്നു, bk എന്ന സീരീസ് ബിയിലോട്ട് കൺവെർജ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സിഗ്മ c ഇൻറ്റു ak എന്ന സീരീസ് സിയിലോട്ട് കൺവെർജ് ചെയ്യും. സിഗ്മ ak പ്ലസ് bk എന്ന സീരീസ്
സിഗ്മ എ കെ പ്ലസ് ബി കെ എന്ന സീരീസ് എ പ്ലസ് ബിയിലോട്ട് കൺവേർജ് ചെയ്യും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ സീരീസിന്റെ കൺവർജൻസ് ആണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കണം, സീക്വൻസ് അല്ല, സീരീസ്. നെക്സ്റ്റ് ഹെഡിങ് കോഷീസ് ക്രൈറ്റീരിയൻ ഫോർ സീരീസ്. കോഷി ക്രൈറ്റീരിയൻ. Cauchy criterion for series. What is Cauchy's criterion for sequence? ഒന്ന് പറയടോ, അറിയുന്നത് പറഞ്ഞ Cauchy's criterion for sequence. Cauchy sequence എന്ന് പറഞ്ഞാൽ Cauchy's criterion for sequence എന്ന് പറഞ്ഞാൽ Cauchy sequence എന്ന് പറഞ്ഞാൽ am minus an less than epsilon for all n comma m greater than or equal to ഒരു ഫിക്സഡ് k അല്ലെ. ഒരു സീരീസിന്റെ kth ടേമിന് ശേഷമുള്ള ഏത് രണ്ട് എലമെന്റ്സ് ടേംസുകൾ എടുത്താലും ആ രണ്ട് ടേംസുകളും വളരെ ഒട്ടിച്ചേർന്നിരിക്കുമെന്നാണ് പറയുന്നത് Cauchy sequence. നമ്മൾ Cauchy's criterion for series എന്ന് പറഞ്ഞാൽ ഒരു തീറമായിട്ട് പറയാം. Cauchy's criterion for series. Theorem. The series sigma a k is equal to 1 to infinity. The series sigma a k converges. The series sigma a k converges if and only given epsilon greater than 0, given epsilon greater than 0, there exists, given epsilon greater than 0, there exists k എടുത്തില്ലേ, n എടുക്കാം, n in natural number set n, രണ്ട് n നമ്മൾ മാറിപ്പോകില്ലല്ലോ. There exists a natural number capital N such that n greater than m greater than or equal to n greater അതിന് വേണ്ട, ഈ സാധാരണ നമ്മുടെ ഫിക്സ് ചെയ്തേ n greater than m greater than or equal to n, it follows that modulus of am plus 1 plus am plus 2 plus am plus 3 plus etc plus an less than epsilon. This is Cauchy's criterion for a series. Cauchy's criterion for a series theorem പറയുന്നത് എന്താണ്? The series sigma ak converges if and only if the series sigma ak converges if and only if the series sigma ak converges if and only if given epsilon greater than 0, there exists a natural number n such that n comma m n greater than m greater than or equal to n. Modulus of am plus 1 plus am plus 2 plus etc plus an less than epsilon. Go. ഈ സീരീസ് കൺവേർജ് ചെയ്താൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പറയുന്നത്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് അല്ലെ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ ഈ സീരീസ് കൺവേർജ് ചെയ്യുന്ന പറയണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം അല്ലെ. അപ്പോൾ നമുക്കറിയാം
സീക്വൻസ് കൺവേർട്ട് ചെയ്താൽ അതിന്റെ പാർഷ്യൽ സം ഒരു സീരീസ് കൺവേർട്ട് ചെയ്താൽ അല്ലേ സപ്പോസ് സിഗ്മ n is equal to 1 to infinity. Suppose sigma k is equal to 1 to infinity ak converges അല്ലെ sigma k is equal to 1 to infinity ak converges അങ്ങനെയാണെങ്കിൽ the sequence of partial sum the partial sum sequence sum നമുക്ക് ബൈ ഡെഫിനിഷൻ അറിയാലോ എന്താണ്ട് പാർഷ്യൽ സം സീക്വൻസ് എന്താവണം പാർഷ്യൽ സം സീക്വൻസ് സം കൺവേർജ് ചെയ്യണ്ടേ കൺവേർജസ് അപ്പോ ഇനി പാർഷ്യൽ സം സീക്വൻസ് കൺവേർജ് ചെയ്താലും തിരിച്ചും ആവാലോ അല്ലെ വേറെ വേണമെങ്കിൽ ആ പാർഷ്യൽ സം സീക്വൻസ് ചെയ്ത് അവിടെ എഴുതിക്കോ വേറെ എസ് എം എങ്ങനെ ഇരിക്കും അവിടെ എസ് എം ഇരിക്കുന്നത് എങ്ങനെയാ എസ് എം എന്ത് ടൈം ഇരിക്കുന്നത് എങ്ങനെയാ a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് am എന്ന ഫോമിലാണ് അല്ലേ പാർഷ്യൽ സം സീരീസ് കൺവേർട്ട് ചെയ്താൽ പാർഷ്യൽ സം സീക്വൻസ് കൺവേർട്ട് ചെയ്യും എസ് എം ഇനി ഒരു സീക്വൻസ് കൺവേർട്ട് ചെയ്താൽ കോഷീസ് ക്രൈറ്റീരിയ പറയുന്നത് എന്താ സീക്വൻസിന്റെ കോഷീസ് ക്രൈറ്റീരിയ പറയുന്നത് എന്താ ഒരു സീക്വൻസ് കൺവേർട്ട് ചെയ്താൽ അത് കോഷി സീക്വൻസ് ആയിരിക്കും എന്നാണല്ലോ ഒരു സീക്വൻസ് കൺവേർട്ട് ചെയ്താൽ കോഷി സീക്വൻസ് ആയിരിക്കും എന്നല്ലേ കോഷീസ് ക്രൈറ്റീരിയ പറയണം then by Cauchy's criteria if and only if the sequence Sm is a Cauchy sequence ഒരു സീക്വൻസ് കൺവേർട്ട് ചെയ്താൽ അത് കോഷി ആയിരിക്കും കോഷി ആണെങ്കിൽ കൺവേർജ് ആയിരിക്കും ഇവിടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എസ് എം കൺവേർജ് ചെയ്യല്ലേ അതുകൊണ്ട് എസ് എം ഒരു കോഷി സീക്വൻസ് ആയിരിക്കും ഈസ് എ കോഷി സീക്വൻസ് ഇനി കോഷി സീക്വൻസിന്റെ മീനിങ് എന്താ ഫോർ എവരി എസ് എം കോഷി സീക്വൻസ് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്താ എഴുതാം ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 for every epsilon greater than 0 there exists a natural number m there exists a natural number m such that modulus of Sn minus Sm less than epsilon for all n greater than m n greater than or equal to m അല്ലെ ഒരു mth ടേമിന് ശേഷമുള്ള ആൾക്കാര് അല്ലേ കോഷീസ് നമ്മുടെ കോഷീസ് ക്രൈറ്റീരിയ പറയുന്നത് എന്താ ഒരു സീക്വൻസ് എപ്പോഴാ കോഷി സീക്വൻസ് ആവണേ ഒരു സീക്വൻസ് കോഷി സീക്വൻസ് ആവണത് എപ്പോഴാണ് ഒരു സീക്വൻസ് കോഷി സീക്വൻസ് ആവണ കോഷി സീക്വൻസിന്റെ ഡെഫിനിഷൻ പറ ഒരു സീക്വൻസ് കോഷി സീക്വൻസ് ആവുന്നത് എപ്പോഴാ A sequence An is called a Cauchy sequence is for every epsilon greater than 0 there exists natural number n such that whenever m comma n അങ്ങനെയല്ലേ for all n comma m greater than or equal to there exists നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാലോ there exists natural number k ഇവിടെ നേരത്തെ എടുക്കല്ലേ n greater than or equal to n ഇങ്ങനെയല്ലേ ഇതിലെ Cauchy sequence definition for every epsilon greater than 0 there exists a natural number n such that Sn minus Sm less than epsilon for all n comma m greater than or equal to n നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണ്ടേ എന്താ പ്രൂവ് ചെയ്യണ്ടേ am plus 1 മുതൽ അല്ലേ
അപ്പോ ആക്ച്വലി എസ് എം എന്ന് പറയുന്ന ആരാ? ദാറ്റ് ഈസ് ഇഫ് ആൻഡ് ഓൺലി. എസ് എം എന്ന് പറയുന്ന ആരാ? ഈ എസ് എൻ എന്ന് ആരാണ്? എസ് എൻ, എസ് എൻ ആരാ? ഞാനിവിടെ ഒരു കണ്ടീഷൻ കൂടി എടുക്കുന്നു. എന്നോ എമ്മോ വലുതെന്നുള്ളതിൽ എൻ ആണ് വലുതെന്ന് എടുക്കുക. എൻ സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ എം എന്ന് എടുക്കുക. ഈ എസ് എൻ എന്ന് വെച്ചാൽ ആരാണ്ട്? എസ് എൻ ഓക്കെ. എസ് എം എന്ന് വെച്ചാൽ എന്ത് പാർഷ്യൽ എസ് എം എന്ന സീക്വൻസിന്റെ എന്ത് ടേം അല്ലേ? അപ്പൊ എസ് എം എന്ന സീക്വൻസിന്റെ എന്ത് ടേം ആണ് എസ് എൻ? അതാരാണ്? S1 പ്ലസ് സോറി ആരാ? A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് ഈ എം എമ്മിനെക്കാളും വലുതാണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു AM വരും. AM പ്ലസ് 1 പ്ലസ് എക്സെട്ര അല്ലെ? പ്ലസ് എക്സെട്ര പ്ലസ് AN. ഇതാണ് SN മൈനസ് SM ആരാ? SM എലമെന്റ്സ് ആരാ? SM എലമെന്റ്സ് ആര് വരും? AM അല്ലെ? A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AM. ഇതല്ലേ SM എലമെന്റ്? SM എലമെന്റ് അല്ലെ SM. SM എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് ടേം ആണ്? ഏത് സീക്വൻസിലെ? SM എന്ന സീക്വൻസിന്റെ എന്ത് ടേം ആണ് SM? SM എന്ന സീക്വൻസിന്റെ എന്ത് ടേം ആണ് SM? ഓക്കെ ആണല്ലോ. ഇവിടെ ഞാൻ ഇത്ര എഴുതിയ ആരാണ്? ഇത് മുതൽ എഴുതുന്ന ആരാണ്? SM നെയാണ്. SM ആരാണ്? A1 പ്ലസ് എക്സെട്ര പ്ലസ് AM വരെ. അതാണ് SM ആണ് ഇവിടെ എഴുതുന്നത്. ഇത് ലെസ് ദാൻ എപ്സിലോൺ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. പിന്നെ n ഗ്രേറ്റർ ദാൻ m ആണല്ലോ. which implies മോഡുലസ് ഓഫ് ഇവിടെ ആരും ക്യാൻസൽ ചെയ്ത് പോകും. നോക്ക്, A1 മുതൽ AM വരെയുള്ള ടേംസ് മൈനസ് ആയിട്ട് പോവുമല്ലോ. ബാക്കി അവശേഷിക്കുന്ന ആരൊക്കെയാണ്? ബാക്കി അവശേഷിക്കുന്നത് AM പ്ലസ് 1 അല്ലെ? പ്ലസ് AM പ്ലസ് 2 അങ്ങനല്ലേ? AM പ്ലസ് 1 പിന്നെ ആരാ? പ്ലസ് AM പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് AN. less than epsilon for all epsilon greater than 0 and n greater than m. നോക്കടേ, ഇതല്ലേ പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ്? ഇതല്ലേ AM പ്ലസ് 1 എക്സെട്ര? ശരിയാണോ? അപ്പോ സീരീസ് എക്ക് കൺവേർട്ട് ചെയ്താൽ പാർഷ്യൽ സം ഓഫ് സീരീസ് എക്ക് SM അത് കൺവേർട്ട് ചെയ്യും. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ് അല്ലെ? ഇവിടെ ഇതുണ്ടെങ്കിൽ ഇതുണ്ട്. അടുത്ത് ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അടുത്ത സ്റ്റെപ്പ് ആയിരിക്കുന്നത് അത് കാഷി സീക്വൻസ് ആയിരിക്കും. കാഷി ആണെങ്കിൽ കൺവേർട്ട് ചെയ്യും. അടുത്ത് ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് അവിടെ എഴുതിക്കുന്നത്. കാഷിന്റെ ഡെഫിനിഷൻ എന്താ? ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number n such that SM minus SM less than epsilon for all n, m greater than or equal to n. ഇനി SN എഴുതി എന്ത് ടേം എഴുതി? S എന്ന ഈ സീക്വൻസിന്റെ എന്ത് ടേം മൈനസ് mth ടേം, രണ്ട് ടേംസിന്റെ ഡിഫറൻസ് എടുത്തു. അപ്പോൾ ഇവിടെ AM പ്ലസ് 1 മുതൽ AN വരെയുള്ള ആൾക്കാർ വന്നു. ഇതല്ലേ? അപ്പൊ ഇനി ഇവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പോവാം. അതാണ് ഇഫ് ആൻഡ് ഓൺലി ഒറ്റ സ്റ്റെപ്പിൽ എഴുതി നമ്മൾ പ്രൂഫ്. This is Cauchy's criterion for a series. Cauchy's criterion for a series പറയുന്നത് എന്താണ്? അവരുടെ സ്റ്റേറ്റ്മെന്റ് ഓർത്തു വെക്കേണ്ടതാണ്. The series sigma A converges if and only if given epsilon greater than 0 there exists a natural number n such that
n comma m greater than or equal to n, it follows that am plus 1 plus am plus 2 plus etc. plus an less than epsilon. Cauchy's criterion for a series. അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു തിയറം എന്ന് വെച്ചാല് അത് എഴുതിയില്ലല്ലേ, എഴുതിക്കോ. Cauchy's criterion for a series, the series sigma ak converges if and only if given epsilon greater than 0 there exists a natural number n, capital N, such that capital N, small n comma small m greater than or equal to capital N. It follows that m ആണല്ലോ n-നേക്കാൾ ചെറുത്, അപ്പോൾ m plus 1 am plus 1 plus am plus 2 plus etc. plus an less than epsilon. സ്റ്റേറ്റ്മെന്റ് എഴുതിയോ? ഈ പ്രൂഫ് എഴുതിക്കോ. സപ്പോസ് സിഗ്മ n k is equal to 1 to infinity k converges. സീരീസ് കൺവെർജ് ചെയ്താൽ നമുക്ക് എന്തറിയാം? പാർഷ്യൽ സം സീക്വൻസ് ഓഫ് ദിസ് സീരീസ്, ഈ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ സം സീക്വൻസ് കൺവെർജ് ചെയ്യും. അതിനെ എസ് എം എന്ന് വിളിച്ചു. ഇവിടുത്തെ mth ടൈം എങ്ങനെ ഇരിക്കും? a1 പ്ലസ് എക്സെട്ര. mth പാർഷ്യൽ സം അല്ലേ എസ് എം എന്ന് വെച്ചാൽ? mth പാർഷ്യൽ സം. ഇവിടുത്തെ mth പാർഷ്യൽ സം എന്താ? a1 പ്ലസ് എക്സെട്ര പ്ലസ് am. പിന്നെ എസ് എം ഇസ് എ Cauchy സീക്വൻസ്. ഇഫ് ആൻഡ് ഓൺലി, അതെല്ലാം ഇഫ് ആൻഡ് ഓൺലി. നെക്സ്റ്റ് തിയറം വളരെ പ്രധാനപ്പെട്ട തിയറമാണ്. അടുത്ത തിയറം ഏതാ? നമ്പർ കറക്റ്റ് ആണോ? തിയറം 2.9 ആണോ? if the series sigma ak, if the series sigma ak converges, if the series sigma ak converges, then sequence ak converges to 0. വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് ആണ്. നമ്മൾ ഇത് വളരെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും. ശ്രദ്ധിക്കുക, a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an പ്ലസ് എക്സെട്ര ഇങ്ങനെ പോകുന്ന ഒരു സീരീസ് കൺവെർജ് ചെയ്യുന്നെങ്കിൽ, എയിലോട്ട് കൺവെർജ് ചെയ്യുന്നെങ്കിൽ, എവിടേക്കാണെങ്കിൽ എയിലോ ബിയിലോ എങ്ങോട്ടെങ്കിലും കൺവെർജ് ചെയ്യുന്നെങ്കിൽ ഈ സീക്വൻസ് an എന്ന സീക്വൻസ് സീറോയിലോട്ട് കൺവെർജ് ചെയ്യുന്നതാണ്. വളരെ പ്രധാനമാണ്. ak എന്ന സീരീസ്, ഒരു സീരീസ് കൺവെർജ് ചെയ്യുന്നുവെങ്കിൽ അതിന് ഏത് സീക്വൻസിന് കറസ്പോണ്ടിങ് ആയിട്ടാണോ ഈ സീരീസ് ഉണ്ടാക്കിയത് ആ സീക്വൻസ് സീറോയിലോട്ട് പോകുന്നതാണ്. തിരിച്ചു വരൂല. ഒരു സീരീസ് കൺവെർജ് ചെയ്താൽ ആ സീക്വൻസ് സീറോയിലോട്ട് പോകും. അല്ലെങ്കിൽ ആ സീക്വൻസിന്റെ എന്തിട്ട് ആ സീരീസിന് സീരീസ് കൺവെർജ് ചെയ്താൽ സീക്വൻസ് സീറോയിലോട്ട് തന്നെ പോകും. സീരീസ് കൺവെർജ് ചെയ്താൽ സീക്വൻസ് സീറോയിലോട്ട് കൺവെർജ് ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് ആണ്. മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം. സീരീസ് സിഗ്മ ak converges, then sequence ak converges to 0. അപ്പോ given sigma k is equal to 1 to infinity ak is a convergent series. കൺവെർജന്റ് ആണെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. കൺവെർജന്റ് സീരീസ് കൺവെർജന്റ് സീരീസ് ആണ് തന്നിട്ടുണ്ട്.
ഒരു സീരീസ് കൺവെർജ് ആണെങ്കിലോ അതിന്റെ എന്ത് പാർഷ്യൽ സം കൺവെർജ് ചെയ്യുമല്ലോ അല്ലെ. then the partial sum sequence, ഒരു സീരീസ് കൺവെർജ് ചെയ്താൽ അതിന്റെ പാർഷ്യൽ സം സീക്വൻസ്, then the partial sum sequence അതാരാ SM is convergent. ഒരു സീരീസ് കൺവെർജ് ചെയ്താൽ അതിന്റെ പാർഷ്യൽ സം സീക്വൻസ് കൺവെർജ് ചെയ്യല്ലോ. വാട്ട് ഈസ് SM? SM എന്ന് പറഞ്ഞാൽ ആരാണ്? A1 പ്ലസ് A2 പ്ലസ്. അതറിയാത്തവരുണ്ടോ? പാർഷ്യൽ സം സീക്വൻസിന്റെ ടേംസുകൾ അറിയാത്തവരുണ്ടോ? ശരിയാണോ? പാർഷ്യൽ സം സീക്വൻസ് കൺവെർജ് ചെയ്യും. അപ്പോ ദാറ്റ് ഈസ് പാർഷ്യൽ സം സീക്വൻസ് കൺവെർജ് ചെയ്താൽ അതിന്റെ ലിമിറ്റ് എന്തായിരിക്കും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി SM. Sn is equal to ഒരു റിയൽ നമ്പർ ആയിരിക്കും അല്ലെ. ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഞാൻ L എന്നെടുക്കും. ഇനി ഒരു സീക്വൻസ് കൺവെർജ് ചെയ്താൽ അതിന്റെ സബ് സീക്വൻസുകളെല്ലാം അങ്ങോട്ട് തന്നെ കൺവെർജ് ചെയ്യല്ലോ. ഒരു സീക്വൻസ് Sn Lലോട്ട് കൺവെർജ് ചെയ്താൽ Snന്റെ ഒരു സബ് സീക്വൻസ് എടുത്താലും അതും Lലോട്ട് കൺവെർജ് ചെയ്യല്ലോ. then we have the subsequence of Sn. The subsequence ഒരു പേര് കൊടുക്കാം. The subsequence Sn minus 1 of Sn also converges to L. ഇവിടെ ഒരു സീക്വൻസ് Lലോട്ട് കൺവെർജ് ചെയ്താൽ ആ സീക്വൻസിന്റെ കൺവെർജന്റ് സബ്സീക്വൻസുകൾ അതിന്റെ സബ്സീക്വൻസുകളെല്ലാം Lലോട്ട് കൺവെർജ് ചെയ്യും അല്ലെ. കൺവെർജന്റ് സബ്സീക്വൻസുകളെല്ലാം Lലോട്ട് കൺവെർജ് ചെയ്യും. ഒരു സീക്വൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഒരു സീക്വൻസ് കൺവെർജ് ചെയ്താണെങ്കിൽ അതിന്റെ സബ്സീക്വൻസുകളെല്ലാം കൺവെർജ് ചെയ്യും. എങ്ങോട്ട് കൺവെർജ് ചെയ്യും? ആ ലിമിറ്റിലോട്ട്. ഒരു സീക്വൻസിന് യൂണിക് ലിമിറ്റ് അല്ലേ ഉള്ളൂ. Sn minus 1 എന്ന സീക്വൻസും Lലോട്ട് കൺവെർജ് ചെയ്യും. അതിന്റെ മീനിങ് എന്താ? that is limit n tends to infinity S ന്റെ കാര്യത്തിൽ പറയണേ. Sn minus 1 is equal to L. Sn minus 1 ലിമിറ്റും ഇങ്ങോട്ട് പോകും, Lലോട്ട് പോകും. അപ്പോ that is what is Sn minus 1? What is Sn? എന്ത് ടേം അല്ലേ? A1 plus A2 plus etc plus An minus Sn minus 1 എന്താ? What is Sn minus 1? Sn minus 1 എന്തല്ലേ? n minus 1 ടേം അല്ലേ? A1 plus A2 plus etc plus An minus 1. ഇവിടെ ആക്ച്വലി എങ്ങനെയാ പോണേ? ഇവിടെ Sn minus 1 is equal to A1 plus A2 plus etc plus An minus 1 plus An. ഇതിൽ ആദ്യം കട്ട് ചെയ്യാൻ നോക്കട്ടെ. A1 കട്ട് ചെയ്യാം അല്ലെ, A2 കട്ട് ചെയ്യാം, എക്സെട്ര An minus 1 വരെ കട്ട് ചെയ്യാം. Therefore Sn minus 1 is equal to ആര് മാത്രം ബാക്കിയാവും? An മാത്രം ബാക്കിയാവും. ഇനി രണ്ട് സൈഡ് ലിമിറ്റ് കൊടുത്താലോ? ലിമിറ്റ് n tends to infinity Sn minus 1 എന്താണ്? രണ്ട് സൈഡ് ലിമിറ്റ് കൊടുത്താലേ ലിമിറ്റ് n tends to infinity An. ഇവിടെ നോക്കടേ, ഇവിടെ ലിമിറ്റ് n tends to infinity Sn minus limit n tends to infinity Sn minus 1 is equal to limit n tends to infinity An. Limit n tends to infinity An. ഇവിടെ നോക്കിയേ, ഇവിടെ ലെഫ്റ്റ് സൈഡ് എന്താവോ? ഇവിടെ Sn ന്റെ ലിമിറ്റ്, ഇവിടെ Sn minus 1 ലിമിറ്റ്. Sn ന്റെ Sn minus 1 ലിമിറ്റ് രണ്ടും ഒന്നാണ്, L ആണ്. ഈക്വൽ ടു
limit n tends to infinity a, that is limit n tends to infinity an is equal to L minus L 0 ആയില്ലേ, L minus L 0. അപ്പൊ an എന്ന an ന്റെ ലിമിറ്റ് ഒരു സീക്വൻസിന്റെ nth ടേമിന്റെ ലിമിറ്റ് 0 ആയി. hence the sequence an converges to an converges to 0. ഒരു സീക്വൻസിന്റെ nth ടേമിന്റെ ലിമിറ്റ് n 0 ആയല്ലോ. ഇതല്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞേ an എന്ന സീക്വൻസ് 0 ലോട്ട് കൺവേർജ്